ഫിൽറ്റർ ചെയ്യാത്ത വെള്ളം. ഇതാണ് എടുത്തോളി, ഇത് എടുത്തോളി. കുറച്ച് നേരെ വേറെ കുറച്ച് ഇത് നമ്മളോട് അത് ഒഴിവാക്കുക. കാരണം ഈ വല്ല എന്തെങ്കിലും വേസ്റ്റ് ഈ ഫിൽറ്റർ ചെയ്യാത്ത വെള്ളം ഒരു കളറുണ്ട്. ഈ ഫിൽറ്റർ ചെയ്ത് എടുത്തോളി. ഇതാണ് ഹംസാക്ക. രണ്ടും വ്യത്യാസം ഉണ്ടോ? ഉണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അതാണ്. ഈ നിങ്ങൾ ഇതൊന്ന് രുചിച്ച് നോക്കൂ. ഇത് കോയൽക്കടൻ്റെ പിന്നെ ചോയ ഉണ്ടാവും. അതൊന്ന് കുറച്ച് തുപ്പിക്കോളി. ഒരു ചോയ ഉണ്ടോ? കുറച്ച് മൺചോയുണ്ട്. ഇത് നോക്കാണ്. ഇത് ചോയ ഉണ്ടോ? ഇല്ല, ചോയ വ്യത്യാസമുണ്ട്. ഇത് ചോയ ഇല്ല, ഇത് ചോയ ഉണ്ട്, മൺചോയ ഉണ്ട്. ആണെങ്കിൽ അർഹതപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ വിളിക്ക്. എൻ്റെ കെയർ ഓഫിൽ അവർ വന്ന് പഠിച്ച് സാമ്പത്തിക പ്രയാസമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും 3 കുടുംബത്തിന് 3 കുടുംബം തന്നെ 10 ആളും 5 ആളും ഉപയോഗിക്കണം. 3 എണ്ണത്തിന് അംസാക്കാക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം വരുന്ന 3 പേർക്ക് ഫ്രീ അംസാക്കാക്ക് വേണ്ടിയിട്ട് 138 TDS ടോട്ടൽ ഡിസോൾവ് 138. കുടിക്കണ വെള്ളത്തിന്റെ TDS 50-ന്റെയും 150-ന്റെയും ഇടക്കാണ് നല്ല അനുയോജ്യം. 500 TDS വരെ നമുക്ക് കുടിക്കാം ഇന്റർനാഷണൽ ലെവലിൽ. TDS 150 ഇപ്പോ 137. കോയൽ കിണറല്ലേ? കോയൽ കിണർ. പിന്നെ അതിന്റെ pH കൂടി ഒന്ന് നോക്കാം. ജസ്റ്റ് എന്താ പറയുക, ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ശരിക്ക് കറക്റ്റ് ആയിട്ടാണ് അറിയണമെങ്കിലേ. pH മറ്റേ മീറ്റർ ഇല്ലേ? ഉണ്ട്. ആ pH-ന്റെ ഞാൻ അതിന്റെ മാനുവലായിട്ട് ചെയ്യണം. അതിനാണ് ജനങ്ങൾക്ക് അത് അങ്ങോട്ട് ബോധ്യപ്പെടുള്ളൂ. ആൽക്കലൈന് വെള്ളമാണ്. pH ആ pH ഉണ്ടല്ലോ, pH ഓക്കെയാണ്. TDS കൂടുതലാണ്. TDS 8 ഉണ്ട്. അത് ആൽക്കലൈന് വെള്ളമാണ്. വിജയിച്ച സാധനങ്ങളെ കോപ്പി എടുക്കുള്ളൂ. അപ്പൊ വിജയിക്കാത്ത ഒരു സാധനം അത് വിജയിച്ചോണ്ട് എല്ലാവരും കോപ്പി എടുത്തോട്ടെ. ഇതിന്റെ സങ്കടം എന്താണ് അറിയോ? ഇതിന്റെ ഡൂപ്ലി ഇറങ്ങിയിട്ട് കുഴങ്ങിയിരിക്കണം. ഞാനാണ് അതിന്റെ MD. ഡൂപ്ലി അല്ല, കോപ്പി ഇറങ്ങിയിട്ട് ഇപ്പൊ സത്യത്തിൽ തളർന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് നടക്കണത്. വേറൊന്നും. നല്ല വെയിറ്റ് ആണത്. നല്ല വെയിറ്റ് ആണേ. എത്ര കിലോ ഉണ്ടാവും? അതിപ്പോ വെള്ളം നിറക്കണേന് ഒരു 200 കിലോ ഉണ്ട്. ഇപ്പൊ ഒരു 165 കിലോ 150 കിലോ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് വെള്ളം നിറച്ച് വർക്കിങ്ങിൽ 200 കിലോ ഉണ്ടാവും. പ്രധാനമായിട്ടും വെള്ളത്തിന്റെ പ്രാഥമിക ടെസ്റ്റ് പറഞ്ഞാൽ pH-ഉം TDS-ഉം. പിന്നെ അതിന്റെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അതൊക്കെ ലാബ് കൊടുത്തിട്ട് ഇരുമ്പിന്റെ കുറവും ഒക്കെ കൂടുതലൊക്കെ ഉണ്ട് വെച്ചാൽ നമ്മൾ 0.3 വരെ കുടിക്കാൻ അനുയോജ്യമായ വെള്ളമാണ്. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മളത് അയൺ റിമൂവർ വെച്ചിട്ട് ഒഴിവാക്കും. സാധാരണ കുഴൽക്കിണറിൻ്റെ വെള്ളത്തിൽ ഇരുമ്പും കറയും ചളിയും ഉണ്ടാകുക. അതൊക്കെ നമ്മൾ ഈ നാച്ചുറൽ ഫിൽറ്റർ വെച്ചാൽ അതൊക്കെ പോകും. പിന്നെ കട്ടിപ്പാണ്, കട്ടിപ്പിന് പോവില്ല. ഇരുമ്പ് കറ ചളി മണം അതൊക്കെ ആണ്. ടെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഇരുമ്പ് കൂടുതലാണ് സക. അപ്പോൾ കുറച്ച് അയൺ റിമൂവർ കുറച്ച് കൂടുതൽ പത്തനം കുറച്ച് അയൺ റിമൂവർ കല്ലാണ്, ഗുജറാത്തിൽ നിന്ന് വരുന്ന കല്ലാണ്. ഇങ്ങോട്ട് വരുന്നത് അടിപൊളി. അപ്പൊ എത്ര എളുപ്പമായി പരിപാടി. ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. വയറിങ് കഴിയുമ്പോ തന്നെ ഇതുപോലത്തെ സെറ്റപ്പ് ഇട്ട ചിലത് നല്ല ഓർഡറിൽ. ഇതാ നമ്മൾ അൻവറിന്റെ പണിയാ. നല്ല വൃത്തിയുണ്ട്. കാരണം ഒരേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പെരുമാറുമ്പോഴും വീട് കഴുകുമ്പോഴൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പൊ ഡ്രസ്സ് കുളിക്കാനൊക്കെ ഇത് യൂസ് ചെയ്താൽ നമ്മുടെ ബാത്റൂമിന്റെ ടൈല് അല്ലേ, ബാത്റൂം ടൈല്, പാത്രങ്ങള്. പിന്നെ നമ്മളെ പ്രത്യേകം എന്താ വെച്ചാല് തലമുടിക്കൊക്കെ ഭയങ്കര പ്രശ്നമല്ല. 3 മാസം റീപ്ലേസ്മെന്റ്, അതായത് 3 വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി, 3 മാസം മണി ബാക്ക് ഗ്യാരണ്ടി. ഫിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ദോസ്തിന്റെ ജനമിത്ര അല്ല, ഞാൻ ജനങ്ങളുടെ മിത്രാവാണ്. ദോസ്ത് ജനമിത്രാണ്. ജലമിത്രയാണ്. ആയിക്കോട്ടെ. 3 വർഷം മുമ്പ് എന്റെ വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്ത് ഇന്നും ഞാൻ നേരെ ഇപ്പൊ കുടിച്ച പോലെയാണ് കുടിക്കണത്. ഇതാ ഇതേപോലെ തന്നെയാണ്. ബിസ്മില്ലാഹ്. ഫിൽറ്റർ ചെയ്ത് ധൈര്യമായിട്ട് കുടിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നേരെ എടുത്ത് ഇങ്ങനെ കുടിക്കുകയാണ്. ഇപ്പോൾ വർഷങ്ങളായി മറ്റൊരു ഫിൽറ്ററും ഇല്ല. അതറിഞ്ഞപ്പോഴാണ് നമ്മുടെ മോളെ വീട്ടിലേക്ക്, കല്യാണം കഴിച്ച മോളെ വീട്ടിൽ മരുവൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ഇതേപോലെ നമ്മളെ ദോസ്തിനെ കൊടുന്നു ഫിൽറ്റർ ചെയ്ത് അതിലത്തെ വെള്ളം അപ്പം കുടിക്കണത്. 3 വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും പിന്നെ 3 വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി, 3 മാസം പൈസ തിരിച്ചു, മണി ബാക്ക് ഗ്യാരണ്ടി 3 മാസം. സാറ്റിസ്ഫൈ അല്ലെങ്കിൽ 3 മാസം കൊടുക്കും. നിങ്ങൾ പഠിച്ചുകൊണ്ടുപോകും. ഇതിന്റെ ഇപ്പത്തെ ഒരു ഓഫർ ഉണ്ട്. 30,000 എന്നുള്ളത് 23,000 രൂപ ഓഫർ വലിയത്. അതുണ്ടല്ലോ കേരളത്തിൽ എല്ലായിടത്തും സർവീസ് ഫിറ്റിങ്ങോട് കൂടി. അതെ. പിന്നെ കാസർഗോഡും തിരുവനന്തപുരം കാണിച്ച ചെറിയൊരു റേഞ്ച് വണ്ടിക്കൂലി വ്യത്യാസം വരും. ഫസ്റ്റില് ജലമിത്രയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിന്റെ സ്റ്റെയിൻലെസ്
ഇന്ത്യയിലെ ഫസ്റ്റില് നാച്ചുറൽ ഫിൽറ്റർ കമ്പനിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ജലമിത്രയുടെ ഇതുമാണ് ഈ ചുറ്റിയത്. ഇതും വെറും കേരളത്തിൽ എവിടെയും വെറും 30 രൂപയ്ക്ക്, വെറും 30,000 രൂപയ്ക്ക് 1354. എത്ര? 1354 പറഞ്ഞാൽ 105 ലിറ്ററിന്റെ 105 ലിറ്റർ കപ്പാസിറ്റിയിലെ 1354 ഇതും ചെയ്തു തരുന്നു സ്റ്റൈൻലെസ്. അതിലേറെ എനിക്ക് ദോസ്തുമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് ഒരുപാട് അർഹതപ്പെട്ടവർക്ക് 1 രൂപ പ്രതിഫലം വാങ്ങാതെ സൗജന്യമായി ഫിൽറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പള്ളി, അമ്പലം, സ്കൂളുകൾ, അങ്ങനെ പൊതു കാര്യങ്ങൾക്കുള്ള വെള്ളത്തിന് ഫിൽറ്റർ ആർക്കെങ്കിലും വേണമെങ്കിൽ അർഹതപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ വിളിക്ക്. എൻ്റെ കെയർ ഓഫിൽ അവർ വന്ന് പഠിച്ച് സാമ്പത്തിക പ്രയാസമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും 3 കുടുംബത്തിന്, 3 കുടുംബം തന്നെ 10 ആളും 5 ആളും ഉപയോഗിക്കണം. 3 എണ്ണത്തിന് അംസാക്കാക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം വരുന്ന 3 പേർക്ക് ഫ്രീ അംസാക്കാക്ക് വേണ്ടിയിട്ട്. കാരണം എന്താ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നെ സൗജന്യം മരണം വരെ തുടരും. പിന്നെ ഇതുണ്ടല്ലോ ഇത്ര. പിന്നെ വേറൊരു പ്രത്യേക അറിയിപ്പും കൂടി, ജലമിത്രയാണോ വെക്കണത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ജലമിത്ര പറഞ്ഞാൽ അതിൻ്റെ MD ഞാൻ അഷ്റഫ് ദോസ്ത്. അത് നമ്മൾ വെക്കണ ഫിൽറ്ററിലൊക്കെ എൻ്റെ ഫോട്ടോ ഉണ്ടാവും. ഇതാണ് ഫോട്ടോ കാണുന്നില്ലേ, അത് ഒറിജിനലാണ് വെച്ചാൽ എൻ്റെ ഫോട്ടോന് വരും. ഇപ്പം എന്താ പറയുക, പിന്നെ ബ്രാൻഡഡ് ആയാൽ ഡൂപ്ലി ഇറങ്ങും, അത് ശ്രദ്ധിക്കണം. ബ്രാൻഡഡ് ആയതിന് ഡൂപ്ലി ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രത്യേകം ജലമിത്രയാണോ എന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ നമ്പർ 94 96 58 65 61. ഡയറക്റ്റ് നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടോളൂ, വിളിച്ചാൽ ചിലപ്പോൾ കിട്ടി. വെറും 30,000 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും വെറും 30,000 രൂപയ്ക്ക് സ്റ്റൈൻലെസ്സും കൂടി കൊടുക്കുകയാണ്. അപ്പം എൻ്റെ ചങ്ങ അംസാക്ക 3 കൊല്ലം വെച്ചിട്ട് നിങ്ങൾ ഹാപ്പിയാണോ അംസാക്ക? അതാളിപ്പോൾ പറഞ്ഞത് തന്നെ. അതന്നെ, നിങ്ങൾ അത് കേട്ടാൽ മതി എനിക്ക്. കാരണം വളരെ ബാക്കി വിശദവിവരം താഴത്തെ ഉണ്ട്, നമ്പറുണ്ട്.